ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമുക്ക് 28th February 2024 കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 1. വാന്തര ഇനീഷ്യേറ്റീവ് recently seen in the news is associated with which one of the following? Vantara initiative recently seen in the news is associated with which one of the following? So options are option A, animal welfare, option B, climate change, option C, environmental protection, and option D, historical monuments. So Vantara initiative is related to animal welfare. So അതിൻ്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് റിലയൻസ് ഫൗണ്ടേഷനാണ് വാന്തര ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സോ അത് നോട്ട് ചെയ്യുക. ഏത് ഓർഗനൈസേഷനാണ്, ഏത് കമ്പനിയാണ് ഈ ഒരു വാന്തര ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് റിലയൻസ് ഫൗണ്ടേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് വാന്തര, ലെഡ് ബൈ ആനന്ദ് അംബാനി. A comprehensive initiative for rescuing, treating and rehabilitating animals. The program centers around a 3,000-acre sanctuary within the green belt of Reliance Jamnagar refinery complex in Gujarat, designed as a jungle-like heaven. So Reliance Jamnagar refinery complex in ഗുജറാത്തിൽ 3,000 ഏക്കർ വരുന്ന സാങ്ച്വറിയാണ് വാന്തര എന്നുള്ളത്. സോ അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ ആനന്ദ് അംബാനിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് റിലയൻസ് ഫൗണ്ടേഷനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു ഗ്രീൻ ജംഗിൾ ലൈക്ക് ഹെവൻ തന്നെയാണ് ഫോർ അനിമൽസ്. ആൻഡ് വാന്തര എയിംസ് ടു പ്രൊവൈഡ് എ നാച്ചുറൽ ആൻഡ് എൻറിച്ചിങ് ഹാബിറ്റാറ്റ് ഫോർ റെസ്ക്യൂഡ് അനിമൽസ്, പ്രൊമോട്ടിംഗ് ദെയർ ഹീലിംഗ് ആൻഡ് ത്രൈവിങ്. സോ ഇമേജ് ഓർത്ത് വയ്ക്കുക. അനിമൽ വെൽഫെയറിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഇനീഷ്യേറ്റീവാണ് വാന്തര എന്നുള്ളത്. സോ റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് റിലയൻസ് ഫൗണ്ടേഷനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആനന്ദ് അംബാനിയാണ് അതിനെ ലീഡ് ചെയ്യുന്നത്. ഇറ്റ്സ് എ 3,000 acre സാങ്ച്വറി വിത്തിൻ ദ ഗ്രീൻ ബെൽറ്റ് ഓഫ് റിലയൻസ് ജാംനഗർ റിഫൈനറി കോംപ്ലക്സ് ഇൻ ഗുജറാത്ത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് റീസെൻ്റ്ലി പ്ലാനിങ് ടു ഇൻട്രൊഡ്യൂസ് എ ബിൽ ടു ഹോൾഡ് rioters responsible for damage to both government and private property? Which state government recently planning to introduce a bill to hold rioters responsible for damage to both government and private property? Options are option A, Bihar, option B, Odisha, option C, Uttarakhand, and option D, Madhya Pradesh. Answer എന്താണ്? ഉത്തരാഖണ്ഡ് ആണ്. സോ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് plans to introduce the Uttarakhand Public and Private Property Damage Recovery Bill in the upcoming budget session. This legislation aims to hold rioters financially responsible for damages to both government and private property during protest or strikes. So ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ആണ് ഒരു പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി റയട്ടേഴ്സാണ് റെസ്പോൺസിബിൾ എന്നുള്ള രീതിയിലൊരു ബില്ല് പുറത്തുവിട്ടിട്ടുള്ളത്. ഉത്തരാഖണ്ഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡാമേജ് റിക്കവറി ബിൽ. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിംസ് ടു ഹോൾഡ് റയോട്ടേഴ്സ് ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ ഫോർ ഡാമേജസ് ടു ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡ്യൂറിങ് പ്രൊട്ടസ്റ്റ് ഓർ സ്ട്രൈക്സ്. സോ ഇഫ് ഇനാക്റ്റഡ്, ഉത്തരാഖണ്ഡ് വുഡ് ബി ദ തേർഡ് സ്റ്റേറ്റ്. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉത്തർപ്രദേശാണ്, പിന്നെ ഹരിയാന. ഇപ്പോൾ ഈ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് വുഡ് ബി ദ തേർഡ് സ്റ്റേറ്റ് ടു implement such a law. The initiative aligns with the government's agenda to uphold law and order and safeguard public and private assets from unlawful destruction. So സ്ട്രൈക്കും കാര്യങ്ങളും പ്രൊട്ടസ്റ്റൊക്കെ വരുമ്പോൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഈ ഒരു ഡാമേജ് ചെയ്യുന്നതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു ബില്ലാണ് ഈ ഒരു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡാമേജ് റിക്കവറി ബിൽ എന്നുള്ളത്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഉത്തർപ്രദേശ്, ഹരിയാന, ഇപ്പോൾ തേർഡ് ഉത്തരാഖണ്ഡ്. റൈറ്റ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വേർ വാസ് ദ സെക്കൻഡ് സ്റ്റേറ്റ് ലെവൽ ഷെഹരി സമൃദ്ധി ഉത്സവ് ഇനോഗ്രേറ്റഡ്? വേർ വാസ് ദ സെക്കൻഡ് സ്റ്റേറ്റ് ലെവൽ ഷെഹരി സമൃദ്ധി ഉത്സവ് ഇനോഗ്രേറ്റഡ്? Options are option A, Kohima, option B, Shillong, option C, Gangtok, and option D, Agartala. So second state level ഷെഹരി സമൃദ്ധി ഉത്സവ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് അഗർത്തല, ത്രിപുരയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള അഗർത്തലയിലാണ്. ഓക്കെ, സോ
സോ ചീഫ് മിനിസ്റ്റർ പ്രൊഫസർ ഡോക്ടർ മാനിക് സാഹ. ത്രിപുരയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ മാനിക് സഹ ഇനോഗ്രേറ്റഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ് ലെവൽ ഷഹരി സമൃദ്ധി ഉത്സവ് ഇൻ അഗർത്തല ഓർഗനൈസ്ഡ് ബൈ ത്രിപുര അർബൻ ലൈവ്ലിഹുഡ് മിഷൻ. ദ ഈവൻറ്റ് ഫോക്കസസ് ഓൺ എൻഹാൻസിംഗ് urban livelihood opportunities and empowering women in the region. Chief Minister Professor Dr. Manik Saha highlighted state government initiatives supporting women's empowerment during the inauguration at Children's Park, Agartala. So, Shehri Samriddhi Utsav എന്ന് പറയുന്നത് based on എന്താണ് അതിൻ്റെ എയിം? ഈവൻറ്റ് ഫോക്കസസ് ഓൺ എൻഹാൻസിങ് അർബൻ livelihood opportunities and empowering women in the region. So ത്രിപുര അഗർത്തലയിൽ വെച്ചിട്ടാണ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ മാനിക് സാഹ ഈ സെക്കൻഡ് സ്റ്റേറ്റ് ലെവൽ ഉത്സവ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓർത്ത് വയ്ക്കുക. ഇനി നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ ഗ്ലോബൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024? ഗ്ലോബൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? Options are option A 42nd, option B 45th, option C 44th and option D 46th. And the answer is option A 42nd rank ആണ്. So the US Chamber of Commerce released the 12th edition of the International Intellectual Property Index. So ആരാണ് International Intellectual Property IP ഇൻഡെക്സ് പുറത്തുവിടുന്നത് ആരാന്ന് മേ ബി ചോദിക്കാം. US Chamber of Commerce ആണ് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് 12th എഡിഷൻ ഓഫ് ദ ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ആണ്. റാങ്കിങ് 55 എക്കണോമീസ് ഓൺ ദെയർ IP ഫ്രെയിംവർക്ക്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഫ്രെയിംവർക്ക്സ് അനുസരിച്ചിട്ട് 55 എക്കണോമീസ് ആണുള്ളത്. സോ ഇന്ത്യ സെക്യൂർഡ് ദ 42nd പൊസിഷൻ വിത്ത് എ 38.64% ഓവറോൾ സ്കോർ. The United States, the United Kingdom and France topped the list, emphasizing the pivotal role of strong intellectual property systems in economic development. The index evaluates the effectiveness of IP landscapes in fostering innovation and creating industries globally. So, ഓർത്ത് വയ്ക്കുക, ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് US ചാമ്പർ ഓഫ് കൊമേഴ്സ് ആണ്. 12ാമത്തേന് റിലീസ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 55 എക്കണോമീസിൽ 42nd പൊസിഷനിലാണ് ഇന്ത്യക്കുള്ളത്. ആൻഡ് ടോപ്പ് പൊസിഷനിലുള്ളവർ US, UK ആൻഡ് ഫ്രാൻസ്. ഇനി 5th ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു റിപ്പീൽ ദ മുസ്ലിം മാരേജ് ആൻഡ് ഡിവോഴ്സ് രജിസ്ട്രേഷൻ ആക്ട് 1935? Which state government has decided to repeal the Muslim Marriage and Divorce Registration Act 1935? Options are option A Tripura, option B Assam, option C Kerala and option D Uttar Pradesh. So the answer is option B Assam. So Assam government has repealed the Assam Muslim Marriage and Divorce Registration Act 1935 as announced in a recent cabinet meeting in Guwahati. So the act utilized by 94 Muslim registrars for marriage and divorce registrations will no longer be valid. So Assam Tourism Minister Jayanta Malla Barua revealed the decision, stating that Muslim marriage and divorce registration will no longer be conducted under this act. So the government will offer a one-time compensation of 2 lakh rupees to the affected Muslim marriage registrars for rehabilitation. So Assam government recently passed the repeal of the Assam Muslim Marriage and Divorce Registration Act 1935. അതുപോലെ തന്നെ the act utilized by 94 Muslims registrar for marriage and divorce registration will no longer be valid. Okay, so ഓർത്ത് വയ്ക്കുക, മുസ്ലിം മാരേജ് ആൻഡ് ഡിവോഴ്സ് രജിസ്ട്രേഷൻ ആക്ട് 1935 വർഷം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആസാമാണ് റീസെൻ്റായിട്ട് ഡിസൈഡഡ് ടു റിപ്പീൽ ദ ആക്ട്. ഇനി 6ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഹോമോസെപ് ആറ്റം? റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ്. എന്താണ് ഹോമോസെപ് ആറ്റം എന്നുള്ളത്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ആൻഷ്യൻറ്റ് ഇറിഗേഷൻ ടെക്നിക്, ഓപ്ഷൻ ബി സെപ്റ്റിക് ടാങ്ക് ഓർ മാൻഹോൾ ക്ലീനിങ് റോബോട്ട്, ഓപ്ഷൻ സി ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻ, ഓപ്ഷൻ ഡി
ancient medicinal practice. So homo sep എന്നുണ്ട്. സോ സെപ്റ്റിക് ടാങ്ക് അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് ആൻസർ കറക്റ്റായി കിട്ടും. ഓപ്ഷൻ ബി സെപ്റ്റിക് ടാങ്ക് ഓർ മാൻഹോൾ ക്ലീനിങ് റോബോട്ടാണ് ഈ ഹോമോസെപ്പ് എന്നുള്ളത്. ഓക്കെ, സോ ആ ഇമേജ് നോക്കുക. സോലിനാസ് ഹോമോസെപ്പ് സെപ്റ്റിക് ടാങ്ക് ആൻഡ് മാൻഹോൾ ക്ലീനിങ് റോബോട്ട്, അതിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ബ്ലേഡ്സ് ടു ക്ലിയർ ബ്ലോക്കേജസ്, ബക്കറ്റ് ടു ഡെസിൽറ്റ് മാൻഹോൾസ്, high vacuum suction system, safe storage and transportation of sludge. ഓക്കെ, സോ ഹോമോസെപ്പ് ആറ്റം എന്നുള്ളത് സെപ്പ് എന്നുള്ളത് സെപ്റ്റിക് ടാങ്കുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സോലിനാസ് എ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റഡ് അറ്റ് IIT മദ്രാസ്. സോ ഇത് മേ ബി ചോദിക്കാം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സോലിനാസ് എന്നുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്? അതേപോലെ തന്നെ ഈ ഹോമോസെപ്പ് ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് IIT മദ്രാസ് ആണ്. സോ സോളിനാസ് എ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റഡ് അറ്റ് IIT മദ്രാസ് ഡെവലപ്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ട് ഹോമോസെപ്പ് ആറ്റം അഡ്രസ്സിംഗ് മാനുവൽ സ്കവെഞ്ചിങ് ഇഷ്യൂസ്. സോ ദ DST TBI supported innovation reaches 16 cities offering end-to-end solutions for sewer cleaning, reducing cost and promoting robotic cleaning. Solinas specializes in deep tech, climate tech solutions, including miniature robots addressing water and sanitation challenges. Their technologies like Endobot and Swasth AI, Swasth Artificial Intelligence, serves as diagnostic tools identifying and mitigating water contamination, blockages and sewer overflows, contributing to societal development and environmental sustainability. So Solinas എന്നൊരു സ്റ്റാർട്ടപ്പാണ് IIT മദ്രാസിൻ്റെ ഇന്ത്യാസ് ഫസ്റ്റ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടായിട്ടുള്ള ഹോമോസെപ്പ് ആറ്റം ദേ ഡെവലപ്ഡ്. ഓക്കെ, സോ അവരുടെ ടെക്നോളജീസ് ലൈക്ക് എൻഡോബോട്ട് ആൻഡ് സ്വസ്ത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. IIT മദ്രാസാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നും ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ സെവൻത്ത് ക്വസ്റ്റ്യൻ. Krishnarajasagara Reservoir, recently seen in the news, is located in which state? Krishnarajasagara Reservoir ഏത് സ്റ്റേറ്റിലാണുള്ളത്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി തമിഴ്നാടു ആൻഡ് ഓപ്ഷൻ ഡി ഒഡീസ. സോ എവിടെയാണ് സാഗര റിസർവോയർ ഉള്ളത്? കർണാടകയിലാണ്, KK. അപ്പോൾ സോ അങ്ങനെ ഓർത്ത് വയ്ക്കുക, കണക്ട് ചെയ്യുക. കൃഷ്ണരാജസാഗര റിസർവോയർ ഈസ് ഇൻ കർണാടക. ബാംഗ്ലൂരു, നോൺ ആസ് ദ ഗാർഡൻ സിറ്റി, faces its worst domestic water crisis. Over 30 localities receive water on a rotational basis every alternative day, with supply lasting only for 30 to 45 minutes. The city, once abundant with 262 lakes, now has only 81 due to real estate development. The remaining lakes are at risk, impacting the city's water supply. The reliance on the Krishna Rajasagara Reservoir is strained by a weak monsoon, leading to water shortages and skyrocketing tanker prices. Community involvement is crucial for lake preservation. So മുൻപൊക്കെ ബാംഗ്ലൂരിൽ 262 ലേക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ 81 ഉള്ളൂ ഡ്യൂ ടു ദ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ്. അതേപോലെ തന്നെ 30 to 40 മിനിറ്റ്സ്, അത് 30 ലൊക്കാലിറ്റീസിൽ വാട്ടർ എങ്ങനെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ സപ്ലൈസ് ജസ്റ്റ് ഫോർ 30 to 45 മിനിറ്റ്സ് അത്രേ ഉണ്ടാവുള്ളൂ. സോ ഭയങ്കര സ്കേസിറ്റി ഓഫ് വാട്ടറാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ. സോ ഓർത്ത് വയ്ക്കുക, കൃഷ്ണരാജസാഗര റിസർവോയറും കൂടെ സ്ട്രെയിൻഡ് ബൈ ദ വീക്ക് മൺസൂൺ. സോ കൃഷ്ണരാജസാഗര റിസർവോയർ എവിടെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കർണാടകയിലാണ് കൃഷ്ണരാജസാഗര റിസർവോയർ ഉള്ളത്. സോ ലാസ്റ്റ് പോയിൻ്റാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്, റൈറ്റ്? സോ 8th question. Pankaj Udas, who passed away recently, was associated with which field? Pankaj Udas ഏത് ഫീൽഡിലുള്ള ആളാണ്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പൊളിറ്റിക്സ്, ഓപ്ഷൻ ബി സ്പോർട്സ്, ഓപ്ഷൻ സി സിംഗിങ് ആൻഡ് ഓപ്ഷൻ ഡി സയൻറ്റിസ്റ്റ്. സോ പങ്കജ് ഉദാസ് ഇസ് എ സിംഗർ. So, renowned Indian ghazal singer Pankaj Udas passed away at 72 on February 26 at Mumbai's Breach Candy Hospital, succumbing to a prolonged illness. Born on May 17, 1951 in Gujarat, Udas rose to fame in the 1980s and 1990s. Beyond his musical accomplishments, he was known for
Philanthropy, supporting causes like cancer awareness. So Indian ghazal singer ആണ് പങ്കജ് ഉദ്ദാസ്, ഓർത്ത് വയ്ക്കുക. റൈറ്റ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് NGO ഡേ 2024? വേൾഡ് NGO ഡേ എന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തീം അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ വേൾഡ് NGO ഡേ 2024? Options are: option A, building a sustainable future, the role of NGOs in achieving the SDG means Sustainable Development Goals. Okay, SDGs. So option B, building a more equitable world. Option C, empowering communities for sustainable development. Option D, celebrating community heroes. So answer endana? World NGO എന്താണ്? നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഡേ 2024ൻ്റെ തീം എന്താണ്? ബിൽഡിംഗ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ദ റോൾ ഓഫ് NGOs ഇൻ അച്ചീവിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, SDG. സോ ദ വേൾഡ് NGO ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആനുവലി ഓൺ February 27. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Acknowledges the vital role of non-governmental organization globally. Over 89 countries and 6 continents participate. The day promotes active engagement in NGOs, advocates for collaboration between NGOs and public-private sectors, and raises awareness among the needy about the impactful work of NGOs. The 2024 theme, Building a Sustainable Future, the role of NGOs in achieving the Sustainable Development Goals, emphasizes their crucial contribution to global sustainability. So, non-governmental organization NGO Day, World NGO Day എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് February 27. അതുപോലെ തന്നെ തീമും ഓർത്ത് വയ്ക്കുക. Over 89 countries and 6 continents participate in it, right? ഇനി 10th question. Faleti Teo, recently seen in the news, became a new Prime Minister of which country? Faleti Teo became a new Prime Minister of which country? Options are: option A, Tuvalu, option B, Tonga, option C, Palau, and option D, Fiji. And the answer is option A, Tuvalu. So, former Attorney General Faleti Teo has been chosen as Tuvalu's new Prime Minister by parliamentary members after a recent election spotlighted the nation's ties with Taiwan. Teo, the sole nominee, was unanimously elected by 15 lawmakers without a vote following the January 26 election, where the pro-Taiwan predecessor Kausia Natano lost his seat. Teo's swearing-in ceremony and cabinet appointment are scheduled for later this week. So, Tuvaluവിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഫോമർ അറ്റോർണി ജനറൽ ആയിട്ടുള്ള ഫെലിറ്റി ടിയോ. സോ ടിയോ ആൻഡ് ടുവാലു, സോ രണ്ടും ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെലിറ്റി ടിയാവ്. സോ ടി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഓർത്ത് വയ്ക്കുക. ഹീ ഈസ് ദ solo nominee was unanimously elected by 15 lawmakers without a vote. Okay, so ഓർത്ത് വയ്ക്കുക. Tuvalu's new prime minister is former attorney general Faleti Teo. Okay, so 11th question. Savera, a program for early breast cancer detection, recently launched by which state? So സവേര എന്നുള്ളൊരു ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റിലാണ്? ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി രാജസ്ഥാൻ, ആൻഡ് ഓപ്ഷൻ ഡി ഹരിയാന. സോ എവിടെയാണ് ലോഞ്ച് ചെയ്തത്? ഹരിയാനയിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് സവേര എന്നുള്ളൊരു program. That is, Haryana Chief Minister Manohar Lal Khattar launched the Savera program, a pioneering initiative for early detection and prevention of breast cancer in women, developed with the Medanta Foundation and Health Department. Savera utilizes visually impaired women's heightened tactile sensitivity for breast cancer screenings, enabling early detection of abnormalities and improving treatment outcomes. So, ആരാണ് ഡെവലപ്പ് ചെയ്തത്? മേദാന്ത ഫൗണ്ടേഷൻ ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹരിയാന. സോ ഹരിയാന ചീഫ് മിനിസ്റ്റർ മനോഹർ ലാൽ ഖട്ടറാണ് ലോഞ്ച് ചെയ്തത് സവേര എന്നുള്ള പ്രോഗ്രാം. ഇറ്റ് ഈസ് എ പയനീറിംഗ് ഇനീഷ്യേറ്റീവ് ഫോർ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഇൻ വുമൻ. സോ സവേര
ഹരിയാന. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ. Question number 12, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Recently, where was the 13th Ministerial Conference of the World Trade Organization held? So, Ministerial Conference, 13th 13th Ministerial Conference of the World Trade Organization എവിടെയാണ് നടന്നത്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ന്യൂ ഡൽഹി, ഓപ്ഷൻ ബി കാലിഫോർണിയ, ഓപ്ഷൻ സി അബുദാബി ആൻഡ് ഓപ്ഷൻ ഡി പാരീസ്. സോ അബുദാബിയിൽ വെച്ചിട്ടാണ് 13th Ministerial Conference of the World Trade Organization നടന്നത്. സോ ദ 13th Ministerial Conference MC13 short form ആണ് of the World Trade Organization WTO started at the Abu Dhabi National Exhibition Center ADNEC in Abu Dhabi, United Arab Emirates from 26th February to 29th February 2024. The conference will bring together trade ministers from around the world to review the multilateral trading system and chart the WTO's future course. Priority items on the agenda include reforming the WTO's dispute settlement function and new disciplines to eliminate fisheries subsidies that encourage overfishing. So WTO ന്റെ 13th Ministerial Conference MC13 നടന്നത് അബുദാബി UAEയിൽ ഫ്രം ഫെബ്രുവരി 26 ടു ഫെബ്രുവരി 29. മെയിനായിട്ട് പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രയോറിറ്റി ഐറ്റംസ് ഓൺ ദ അജണ്ട ഇൻക്ലൂഡ് റിഫോമിംഗ് ദ WTO's dispute settlement function and new disciplines to eliminate fisheries subsidies that encourage overfishing. ഓക്കെ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർമേഷൻ ഓർ ഫോംഡ് ഓൺ 1st January 1995. ഇറ്റ്സ് എ ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. പർപ്പസ് ഓഫ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇസ് റിഡക്ഷൻ to tariffs and other barriers to trade. Headquarters is in Geneva, Switzerland. Geneva, Switzerland is the headquarters. Then membership 164 members, 160 UN member states. അതിനോടൊപ്പം തന്നെ 4 പേര് വേറെ ആയിരിക്കുകയാണ്. ദ യൂറോപ്യൻ യൂണിയൻ, ഹോങ്കോങ്, മാക്കോ ആൻഡ് തായ്വാൻ. സോ ടോട്ടലായിട്ട് 164 മെമ്പേഴ്സാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുള്ളത്. ഹെഡ്ക്വാർട്ടേഴ്സും നമ്മുടെ ഡയറക്ടർ ജനറലുമാണ് മെയിനായിട്ട് ഇങ്ങനത്തെ ഓർഗനൈസേഷൻസിനൊക്കെ നമുക്ക് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ഡയറക്ടർ ജനറലും. സോ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മൾ പഠിച്ചു ജനീവ, സ്വിറ്റ്സർലാൻഡ്. വേറസ് ഡയറക്ടർ ജനറലാണ് ഇമ്പോർട്ടൻ്റ് ഗോസി ഒക്കൻചോ ഇവേല. ഓക്കെ. ഗോസി ഒക്കൻചോ Ivela is the Director General of World Trade Organization. Official languages are English, French and Spanish. Headquarters മറക്കല്ലേ, Geneva, Switzerland. 164 members ആണുള്ളത്. Formed on 1st January 1995. Okay. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ, CM നെയിം, ഗവർണർ നെയിം എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കുറേ സ്റ്റേറ്റ്സിൻ്റെ CM മാറിയിട്ടുണ്ട്. സോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. പഴയ CM പഠിച്ചിട്ട് പോകരുത്. റൈറ്റ്. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.